നെപ്പോളിയൻ്റെയും ഹിറ്റ്ലറുടെയും അങ്ങനെ ലോകത്തെ വളരെ പ്രമുഖരായ ആളുകളുടെയൊക്കെ മരണം നാം കണ്ടിട്ടുണ്ട്. കോടാനുകോടി ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ മരണഘോഷയാത്രയെ, ശവമഞ്ചയാത്രയെ അനുഗമിക്കുന്നത്. ഗാന്ധിജിയുടെ മരണവും നാം കണ്ടതാണ്. വളരെ ലക്ഷക്കണക്കിന് ആളുകളാണ് അന്ന് ഗാന്ധിജിയുടെ ശവമഞ്ചവുമായി ഉള്ള യാത്രയിൽ, ആ മരണയാത്രയിൽ, അവസാന യാത്രയിൽ പങ്കെടുത്തു. എന്നാൽ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പലപ്പോഴും തമിഴ്നാട്ടുകാരെ സിനിമാ നടന്മാരുടെ പിറകെ പോകുന്നവർ, അവർ എന്തോ വിവരമില്ലാത്തവർ, സിനിമയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അതിൻ്റെ പിറകെ പോകുന്നവരെന്ന് നാം കളിയാക്കാറുണ്ട്. ഇപ്പോഴിതാ വിജയുടെ പുറകിൽ പോയതിനെയും നാം കളിയാക്കുന്നു. എന്താണ് ശരിക്കും തമിഴ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? 1.5 കോടി ആളുകൾ പങ്കെടുത്ത വലിയൊരു മരണഘോഷയാത്ര തമിഴ്നാട്ടിൽ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ള മരണഘോഷയാത്രയാണ് അണ്ണാദുരൈയുടെ യാത്ര. 1.5 കോടി ആളുകൾ പങ്കെടുത്തു, 70 പേർ മരിച്ചു. അതിനെ തുടർന്ന് എംജിആറിൻ്റെ മരണത്തിലും ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു, 30 പേർ മരിച്ചു. പിന്നെ ജയലളിതയുടെ മരണം, പിന്നെ ഇങ്ങനെ കരുണാനിധിയുടെ മരണം, ഇങ്ങനെ തമിഴ്നാട്ടിലെ ഏത് മുഖ്യമന്ത്രിമാർ മരിച്ചാലും കൂടുതൽ ആളുകൾ കൂടെ മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു മറ്റൊരു വിഷയം. എന്തുകൊണ്ട് തമിഴ് ജനത ഇങ്ങനെ സിനിമാ നടന്മാരുടെ പിറകിൽ പോകുന്നു? വളരെ കൃത്യമായ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയമുണ്ട് അതിൻ്റെ പിന്നിൽ. നമ്മളൊരു ജനതയെ കളിയാക്കി പറയുമ്പോൾ, അല്ലെങ്കിൽ അവർ വെറും സിനിമാക്കാരെ പിറകെ പോകുന്നത് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അണ്ണാദുരൈയുടെ കാലം മുതൽ ഇങ്ങോട്ടെടുക്കുക. അണ്ണാദുരൈ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം പെരിയാറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ, പെരിയാറിൻ്റെ ജസ്റ്റിസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നു. ദ്രാവിഡർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം, അണ്ണാദുരൈ, നല്ല എഴുത്തുകാരനായിരുന്നു, നല്ല നാടകകൃത്തായിരുന്നു, സിനിമ തിരക്കഥകൾ എഴുതുന്ന ആളായിരുന്നു. വേതാള ഉലകം എന്ന പേരിൽ 1948 സിനിമയ്ക്ക് കഥ എഴുതി. ഓറിറത്ത് എന്ന പേരിൽ ഉള്ള നാടകം വന്നു, പിന്നെ സിനിമയായി. വൈരമുത്ത് വിടുതലൈ പോലുള്ള ചിത്രങ്ങൾക്ക് സംഭാഷണം എഴുതി, കഥ എഴുതി. അതിലെല്ലാം ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആ സിനിമകളിലെല്ലാം ഉള്ളൊരു പ്രത്യേകത, വളരെയധികം സന്ദേശമുള്ള സിനിമകളാണ്. സാമൂഹ്യമായ അസമത്വത്തെയും അന്ധവിശ്വാസത്തെയും എതിർക്കുന്നതാണ്, സമത്വം പറയുന്നതാണ്, നീതി പറയുന്നതാണ്, പിന്നെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതാണ്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നതാണ്, ഇങ്ങനെ അധിനിവേശത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറയുന്ന ഒരു ദിവ്യ പുരുഷനായിട്ട് അണ്ണാദുരൈയെ കണ്ടതുകൊണ്ടാണ് പട്ടിണിയിലും, 60കളിൽ പട്ടിണിയിലും, ദാരിദ്ര്യത്തിലും, തൊഴിലില്ലായ്മയിലും, രൂക്ഷമായ വരൾച്ചയിലും, വല്ലപ്പോഴും വരുന്ന വെള്ളപ്പൊക്കത്തിലുമൊക്കെ പെട്ട് ഉഴലുന്ന ഒരു പാവപ്പെട്ട ജനത അവരുടെ രക്ഷകനായി അണ്ണാദുരൈയെ കണ്ടത്. അണ്ണാദുരൈയെ കഴിഞ്ഞതിന് ശേഷം എംജിആർ വരുമ്പോൾ കുറച്ചുകൂടി താഴെ തലങ്ങളിലേക്ക് ചെന്ന് വളരെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ തൊട്ട് അവർ ഒരുപാട് ക്ഷേമ പ്രവർത്തനം നടപ്പിലാക്കി. ഒരുപാട് കുട്ടികൾക്ക് വീട്ടിൽ ഉച്ചഭക്ഷണം കിട്ടി, സ്കൂളിൽ ഉച്ചഭക്ഷണം ഏർപ്പെടുത്തി. അങ്ങനെ അവരുടെ അന്നവും എല്ലാമായി അവിടുത്തെ സിനിമാ താരങ്ങൾ രാഷ്ട്രീയ രംഗത്തിൽ വന്നപ്പോഴുണ്ടായി. അമ്മ വന്നപ്പോഴാകട്ടെ, ജയലളിത വന്നപ്പോൾ അമ്മ ഹോട്ടലുകൾ തുടങ്ങി. അങ്ങനെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തു ബസ്സിൽ. അങ്ങനെ 100,000 കാര്യങ്ങൾ, വളരെ മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇവിടെ 70കളിലും 80, ഇപ്പോൾ ഇവിടെ ബംഗാളികളാണല്ലോ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവർ. ബംഗാളികളും ആസാമികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളായിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ വന്നിരുന്നത്. പട്ടിണിപ്പാവങ്ങളായ അമ്മമാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളെയും തോളിലിട്ട് അമ്മ, തായെ എന്ന് ഇവിടെ വരാത്തൊരു വീടുമില്ല. അങ്ങനത്തെ ദരിദ്രമായ ഒരു ജനതയായിരുന്നു തമിഴ്നാട്. ആ ജനതയെ ഒരു സമ്പന്നതയിലേക്ക് കൊണ്ടുപോയത്, ആ ജനതയ്ക്ക് ആശയവും ആവേശവും കൊടുത്തത് അവിടുത്തെ സിനിമാ നടന്മാരാണ്. അവർ രാഷ്ട്രീയത്തിലേക്ക് വന്ന് നടപ്പിലാക്കി തുടങ്ങിയ നീതിയുടെ ഭാഗമായിട്ടാണ് അവിടുത്തെ ജനതയ്ക്കൊരു മോചനമുണ്ടായത്. അവരറിയാതെ സിനിമാ നടന്മാരെ അവരിൽ നന്മ കാണാൻ തുടങ്ങി. ശരാശരി രാഷ്ട്രീയക്കാരുടെ അഴിമതിയും തോന്നിയവാസവും സ്വജനപക്ഷപാതവും എല്ലാം അവർ മാറ്റിവെച്ച് അവർ പുതിയ പുതിയ നടന്മാർ വരുമ്പോൾ ആ നടനിലെ നന്മയെ കാണാൻ അവർ തുടങ്ങി.
അങ്ങനെ വിജയും ഇത്തരത്തിൽ വന്നപ്പോൾ വിജയിലും ആ ഒരു നന്മ അവർ കാണുന്നു. ഇനി വിജയ്ക്ക് പകരം പുതിയൊരാൾ ഇതുപോലെ വന്നാൽ, ഇത്തരം സിനിമകളിൽ അഭിനയിക്കുന്ന ഒരാൾ വന്നാൽ അതിൻ്റെ പുറകെയും ജനങ്ങൾ പോകും. കാരണം അത്രമാത്രം അനുഭവിച്ച ഒരു ജനതയാണ് തമിഴ്നാട്ടിലുള്ളത്. മുല്ലപ്പെരിയാറിൻ്റെ വിഷയമൊക്കെ നടക്കുമ്പോൾ ആ ഡാം കെട്ടുന്നതിന് മുമ്പ് പട്ടിണിയും ദാരിദ്ര്യവും പലായനം ചെയ്തു പോക്കലും വളരെ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം നയിച്ച ജനതയാണ്. വെള്ളമില്ല, വെളിച്ചമില്ല, കക്കൂസില്ല, കുളിമുറിയില്ല, കഴിക്കാൻ ആഹാരമില്ല, ഭക്ഷണമില്ല, ധരിക്കാൻ വസ്ത്രമില്ലാതെ വലിയ ദാരിദ്ര്യത്തിൽപ്പെട്ടുള്ളിരുന്ന ഒരു ജനതയാണ് സിനിമാ നടന്മാർ. അവർ സിനിമകളിലൂടെ, കഥകളിലൂടെ വലിയ സമത്വത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ സന്ദേശങ്ങൾ പറയുകയും അതേ അവർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോൾ ജനങ്ങൾ അവർക്ക് ജയ് വിളിക്കുകയും ചെയ്തതാണ് തമിഴ്നാട് രാഷ്ട്രീയം. അതിനെ നമ്മൾ കേവല സിനിമാ നടന്മാരുടെ രാഷ്ട്രീയമെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ കമലഹാസൻ എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ വിജയിച്ചില്ല? വിജയകാന്ത് എന്തുകൊണ്ട് വിജയിച്ചില്ല? ഒരുപാട് സിനിമാ നടന്മാർ തമിഴ്നാട്ടിൽ എടുത്ത് ചാടിയിട്ടുണ്ടല്ലോ. രജനീകാന്ത്, മുടിച്ചൂടാമന്നൻ, ദളപതി, യഥാർത്ഥ ദളപതി, ഇളയ ദളപതിയാണല്ലോ വിജയ്. മൂത്ത ദളപതി, ഏറ്റവും തമിഴ്നാടിൻ്റെ രോമാഞ്ചവും ലോകത്തിൻ്റെ വലിയ നടനുമുള്ള അണ്ണൻ, അവരുടെ സ്വന്തം അണ്ണൻ. എന്തുകൊണ്ട് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പലവട്ടം വിചാരിച്ചിട്ടും രക്ഷപ്പെട്ടില്ല? ഇതാണ് കാരണം. അവർ കേവലം രാഷ്ട്രീയക്കാർ, സിനിമാക്കാരുടെ പിറകെ പോകുന്നവരല്ല. നീതിമാന്മാരായ, സത്യസന്ധരായ, സമത്വത്തെയും സാഹോദര്യത്തെയും സാമൂഹ്യനീതിയെയും ഒക്കെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള നടന്മാരെയും അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടന്മാരെയും ഒക്കെ പിറകിലാണ് അവർ പോയത്. അണ്ണാദുരൈയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഒരു ജനതയുടെ വിമോചനത്തിൻ്റെ നായകരായി വന്നിട്ടുള്ള സിനിമാ നടന്മാരെ മാത്രമാണ് അവർ കേട്ടിട്ടുള്ളത്. അതിനവരെ എങ്ങനെയാണ് നാം കുറ്റപ്പെടുത്തുക? ഈ ചരിത്രവും പശ്ചാത്തലവും ഒന്നും മനസ്സിലാക്കാതെ നമ്മളെ ആളുകൾ ഇങ്ങോട്ട് വന്ന് നമ്മെപ്പോലാണ് അവരെന്നും ഉണ്ടൊടുത്തുരുങ്ങിയിരിക്കുന്നവർക്ക് എന്തോ സിനിമ കാണുമ്പോൾ, നടന്മാരെ കാണുമ്പോൾ എന്തോ ഒരു വികാരം വന്ന് അവരെല്ലാം കൂടെ ഒത്തുകൂടുന്നു, വോട്ട് ചെയ്യുന്നു എന്ന് പറയരുത്. അങ്ങനെയല്ല തമിഴ്നാട് രാഷ്ട്രീയം വികസിച്ച് വന്നത്. 60കളിലെ തമിഴ്നാട്, 70കളിലെ തമിഴ്നാട് നാം പഠിക്കണം. ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പാരമ്യത്തിൽ നിന്ന് ഇന്ന് അന്നത്തിൻ്റെയും ആഹാരത്തിൻ്റെയും എന്തെങ്കിലുമൊക്കെ വസ്ത്രത്തിൻ്റെയും ഒക്കെ എന്തെങ്കിലും അവർ നേടിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമാ നടന്മാർ രാഷ്ട്രീയത്തിൽ വന്ന് അവർ നേടിക്കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അമ്മ ദൈവമാണ്, അണ്ണാദുരൈ ദൈവമാണ്. എല്ലാവരും അവർക്ക്, ഓരോരോ നേതാക്കളും അവർക്ക് അവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. വിശക്കുന്നതിൻ്റെ മുമ്പിൽ വെള്ളത്തിൻ്റെ രൂപത്തിൽ, അന്നത്തിൻ്റെ രൂപത്തിൽ, ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ, വിവസ്ത്രനായി നിൽക്കുന്നവർക്ക് വസ്ത്രത്തിൻ്റെ രൂപത്തിൽ, തൊഴിലില്ലാത്തവൻ്റെ മുന്നിൽ തൊഴിലിൻ്റെ രൂപത്തിൽ ദൈവം വരുമെന്നാണല്ലോ ദൈവസിദ്ധാന്തവും. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് അവർ തമിഴ്നാട് രാഷ്ട്രീയം കരുപ്പിടിപ്പിച്ചത്.